ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. സവാള 1 എടുത്തിട്ടുള്ളത്, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 2 ചീല്, 2 പച്ചമുളക്. എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടാം. ഇവയെല്ലാം വൃത്തിയാക്കിയിട്ട് വരാം. ഉരുളക്കിഴങ്ങ് 2 മുറിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എന്നിവ കട്ട് ചെയ്ത് വെക്കാം. 4 മുട്ടയും 8 കഷ്ണം ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് ചട്ടി വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ട ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മുട്ടയുടെ വെള്ള മാറ്റി മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ള ഇനി ആവശ്യമുണ്ട്. ഇനി നന്നായിട്ട് ചിക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആവുമ്പോഴേക്കും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി മസാലകൾ റെഡിയാക്കാം. അടുപ്പത്ത് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി, 3/4 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇതാവുമ്പോഴേക്കും വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. ഇനി ഇത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഉരുളക്കിഴങ്ങുമായി യോജിക്കുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഏകദേശം ആവുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് ഉരുള പിടിക്കാം. ബ്രെഡ് ഞാനിവിടെ ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പൊടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താലേ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് കോട്ട് ചെയ്യാം. മുട്ടയുടെ വെള്ളയിലോട്ട് പാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓരോ ബോൾസ് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസുമായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ബോൾസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഷേപ്പാക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ബോൾസും ഷേപ്പാക്കിയിട്ട് വരാം. ഇനി ഇത് ഒന്നുകൂടി മുട്ടയുടെ വെള്ളയുമായിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസുമായി കോട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാതെ എണ്ണയിലിടുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്നതാണ്. ഇതൊന്നുകൂടി കോട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. ശേഷം അടുപ്പത്തോട്ട് ചട്ടി വയ്ക്കാം.
ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാവുമ്പോഴേക്കും ഇവ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നെരുക്കിയിടരുത്. ഒരു സൈഡ് ഏകദേശം മൊരിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. മറിച്ചും തിരിച്ചുമിട്ട് പൊരിച്ചെടുക്കാം. ഏകദേശം ഈ കളറാവുമ്പോഴേക്കും കോരിയെടുക്കാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് കട്ട്ലേറ്റ് തയ്യാർ. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.